ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോഴാണ് പല ആൾക്കാരും വന്നിട്ട് ചോദിച്ചത് എങ്കിൽ പിന്നെ യൂട്യൂബിലും വ്ളോഗ് ചെയ്തൂടെ എന്നുള്ളത്. അപ്പം ഞാനതങ്ങനെ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും പിന്നൊക്കെ തോന്നി ഒരു പക്ഷേ നമ്മളെ ജേണിയെ പറ്റി കൂടുതൽ അറിയാനും അത് കണ്ടിരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിലും. സോ നമ്മൾ ആദ്യത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഉത്തരാഖണ്ഡിലെ ഹർസിൽ വാലിയിൽ നിന്നും. ചുറ്റും മഞ്ഞ് മൂടി കിടക്കുന്ന മലകളും അതിനിടയിലൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒഴുകുന്ന ഭഗീരഥി ഗംഗ റിവറും ആപ്പിൾ തോട്ടങ്ങളും അതിലൊക്കെ ഉപരി വളരെ ഹോസ്പിറ്റാലിറ്റി നിറഞ്ഞ മനുഷ്യരും, അങ്ങനെ എല്ലാം കൂടി ചേർന്നൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു വില്ലേജ്. അവിടെ നിന്നാണ് നമ്മൾ ആദ്യത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കമായതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടറിഞ്ഞിട്ട് എടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ തുടങ്ങിയല്ലേ. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മളെ ആദ്യത്തെ യൂട്യൂബ് വ്ളോഗാണിത് ഉള്ളത്, ഉത്തരാഖണ്ഡിലെ ഹർസിൽ വാലി. നമ്മൾ നിന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് രാകേഷിന്റെ ഹോം സ്റ്റേ. ബാക്കിലേക്ക് നിന്ന് ഫുള്ള് കോട കാണാം, അപ്പുറത്തൊക്കെ മഞ്ഞുമല ഉണ്ട്. അപ്പോ ചെറിയ മഴ ഉണ്ട്, ഇപ്പോ നല്ല തണുപ്പുണ്ട്. നമ്മളെ പരിപാടി ലാമ ടോപ്പ് ചെയ്യാൻ പോവാണ്. ഫുള്ള് കോട കൂടി ആക്കുക. എങ്ങനെയുണ്ട് ബഗോരി വില്ലേജ്? നല്ല ഫസ്റ്റ് എക്സ്പീരിയൻസ്. നല്ല വിഷ്വലായ വില്ലേജ്, ആൾക്കാരൊക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി. നമ്മള് ചിരിക്കാൻ കാത്തിക്കാണ് ഓരോ നമ്മളോട് തിരിച്ചിരിക്കാൻ. ഇത് ആപ്പിള് പൂത്ത് നിക്കണ കാണാൻ, പൂത്തിട്ട് ഏപ്രിൽ മെയ് ആ ബ്ലോസം ടൈമിൽ ആ പൂത്ത പൂക്കളാണ്. ഓഗസ്റ്റ് ഒക്കെ ആവുമ്പോത്തിന് ആപ്പിള് പറിക്കാന് സെപ്റ്റംബർ ഒക്കെ ടൈമിലൊക്കെ അപ്പോഴാണ് ഇവിടുത്തെ സീസൺ കേട്ടോ. ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൂറിസ്റ്റ് സീസൺ ആണ്. ടൂറിസ്റ്റ് സീസൺ ഭയങ്കര രസകരമെന്നാ പറഞ്ഞ ഇവിടെ. ഇപ്പൊ പ്രത്യേകിച്ച് ആവില്ല, പീസ്ഫുള്ളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പൊ കുറെ ഹോം സ്റ്റേ ഉണ്ട് കേട്ടോ. ഇവിടെ ഹോം സ്റ്റേ പറഞ്ഞാ ഇവിടെ ഓരോ വില്ലേജേഴ്സിന്റെ വീട്ടിലും ഓരോ റൂം പിന്നെ അതുപോലെ ഒരു വേറുണ്ടാക്കിയതും മരവും കല്ലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയ വീടുകൾ. കൊൽക്ക തണുപ്പിനെ പ്രതിരോധിക്കാനേക്കാളും ഒന്ന്. അങ്ങനെ ഹർസിൽ വാലി എന്ന് പറഞ്ഞാല് ആപ്പിളിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു വില്ലേജാണ്. പണ്ടൊരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള വിൽസൺ എന്ന് പറഞ്ഞ ആളിവിടുന്ന് ആപ്പിൾ കൊടുന്ന് നട്ട്, പിന്നെ അങ്ങനെ ഇവിടെ ആപ്പിൾ ഫേമസ് ആയിട്ടുള്ള സ്ഥലമായി. അതുകൊണ്ട് നമുക്ക് ലാമ ടോപ്പിക്കുള്ള ട്രക്കിങ്ങിലാണ്. കാണൊക്കെ ഫുള്ള് കോടയൊക്കെ മഞ്ഞാട്ടോ, ഫുള്ള് കോട മൂടി കിടക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ബഗോരി വില്ലേജ് ആണ്. അതിന്റെ എൻട്രൻസ് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് വില്ലേജിന്റെ എൻട്രൻസ്. അപ്പുറം ഹർസിൽ വാലി, അവിടെ നിന്ന് നമ്മൾ ഇറങ്ങും. നമ്മളിങ്ങനെ നടക്കുന്നതിൽ കിടിലം കാഴ്ച കേട്ടോ. മരത്തുമ്പക്ക് ഇങ്ങനെ സ്നോഫാള് വീണ് കിടക്കണത്. മലന്റെ മുകളില് നല്ല മഞ്ഞുണ്ടായിരുന്നു, ഫുള്ള് താഴത്തേക്ക് എത്ര ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മഞ്ഞ് അടിയിക്ക് ഇറങ്ങൽ തുടങ്ങി. അവിടെ ഒരു കിടിലം കാഴ്ച കേട്ടോ. അവിടെയാണ് ലാമ ടോപ്പ്. അതിന്റെ മേലൊക്കെ എത്തണം നമുക്ക്. തണുപ്പും ഫ്രഷ് ഇല്ല. അതായത് ഇത് ചുറ്റും മലകളാണ്, ഈ മലയുടെ ചുറ്റും. രണ്ട് മൂന്ന് മലയുടെ ഒക്കെ വാലിയിലാണ് നമ്മളിപ്പോ ഉള്ളത്. അതെ, അതിൽക്കൂടി ഭഗീരഥി ഗംഗ റിവർ ഒഴുകുന്നുണ്ട്. നമ്മള് കാണിച്ചതാ, അടിപൊളിയാട്ടോ. ഇവിടുത്തെ തണുപ്പും ആപ്പിൾ തോട്ടം, ഫുള്ള് ആപ്പിൾ തോട്ടാണ്. ആ വീട്ടിലാട്ടോ ചെറിയൊരു കുട്ടി അവിടെ നിൽക്കുന്നുണ്ട്. ക്യൂട്ടും കണ്ടും ഇങ്ങനെ നോക്കണ്ട് കേട്ടോ. എന്ത് ക്യൂട്ടല്ലേ കാണാന്. ഫുള്ള് ആപ്പിൾ തോട്ടം, അതിന്റെ നടുവിലൊരു വീട്. അതിന് അപ്പോൾ ഇതാണ് നമ്മളെ രാകേഷിന്റെ വേറെ ഹോം സ്റ്റേ. ഈ കാണുന്നത് മൊത്തം മൂപ്പര ആപ്പിൾ തോട്ടം കേട്ടോ. അവിടേക്ക് ഉള്ളതൊക്കെ മൂപ്പര ആപ്പിൾ തോട്ടം. നമ്മൾ ഇന്നലെ അവിടെ വന്നിറങ്ങി. ഇവിടെ മൂപ്പര രീതിയുടെ ചായക്കട ഉണ്ട്. അവിടുന്ന് ചായ കുടിച്ച് ദിവസം രാവിലെ നടക്കുന്നു. ഇവിടുന്നാണ് നമ്മൾ ചായ കുടിച്ചത് ഇന്നലെ.
നൈറ്റ് ഫുഡ് നമ്മൾ വിടുന്നു. ഇന്നലെ നൈറ്റ് ഫുഡ് നല്ല റൊട്ടിയും താൽക്കാരിയൊക്കെ. അതിനുള്ളിൽ ഇതാണ് മൂപ്പര അടുത്ത ഹോം സ്റ്റേ. അങ്ങനെ നമ്മള് ലാമാ ടോപ്പിന്റെ എൻട്രൻസിന്റെ അവിടെ എത്തി. അവിടെ നമുക്ക് ഒരു പുഴ കാണാം. പുഴ 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 എന്ത് ഭംഗിയായി പുഴ കാണാൻ. അടിപൊളി, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് ആ പുഴ കൊഴുകണത്. ഒടുക്കത്തെ തണുപ്പ് കാരണം അല്ലേ. ഇതിൽ കുളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കുളിച്ചാൽ നീക്കില്ല. അയ്യോ. അപ്പൊ അതാ ലാമാ ടോപ്പിന്റെ എൻട്രൻസ്. അതിന്റെ നമുക്ക് കയറി വെക്കാം. നമ്മളെ രാകേഷ് നമുക്ക് ട്രെക്ക് ചെയ്യുമ്പോ സ്ലിപ്പ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ആശാനൊരു സ്റ്റിക്ക് കൊടുത്തേക്കണേ, ട്രെക്കിംഗ് സ്റ്റിക്ക് ചോദിച്ചിട്ടാണ് കയറുന്നത്. കാരണം മഴ ചെയ്തേക്കണം, അപ്പൊ ചിലപ്പോ സ്ലിപ്പർ ആയിട്ട് നല്ല ഉണ്ടാവും. നടക്കുമ്പോ ഒരു യൂറോപ്യൻ ആ മരങ്ങളും അത് ലാൻഡ്സ്കേപ്പ് ആണ് ഇവിടെ. അതെ, സത്യം. ആ കാണുന്നതാണ് ഹർഷിൽ വാലി. നമ്മള് അങ്ങനെ അവിടുന്ന് ഇറങ്ങി വന്ന് അത് ഹർഷിൽ വാലി. ബഗൂരി വില്ലേജ് അപ്പുറത്ത്. നമ്മൾ അവിടുന്നാണ് ഇപ്പോ കേറി വന്നത്. അടിപൊളി കാലാവസ്ഥ, പറയാതിരിക്കാൻ പറ്റൂല. വീട്ടിലെ കാലാവസ്ഥ. ഇത് പൈൻമരല്ലേ? ഫുള്ളോ പൈൻമരം. ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളു. അത് മാത്രം. വില്ലേജിലാകെ ടൂറിസ്റ്റ് ആയിട്ട് നമ്മള് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ്, കാരണം ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇപ്പോഴാട്ടെ രസം അല്ലേ. റഷിൽ വരുമ്പോ ഒരിക്കലും ആ ഒരു ഭംഗി ഉണ്ടാവില്ല. ഫുള്ള് ടൂറിസ്റ്റുകളെ കാരണം നമ്മള് മാത്രം. ഫ്രീ ആയിട്ട് എന്ത് രസമായിട്ട് നടക്കുന്നതിനുള്ള കൂടി. നമ്മളാ തിരക്കുന്നൊക്കെ ഒന്ന് മാറി 4-5 ദിവസം ഇങ്ങോട്ടൊക്കെ വന്ന് അവിടെ നിൽക്കുക, ഇവിടുത്തെ ആളുകളായിട്ട് സംസാരിക്കുക, വില്ലേജിലൂടെ കറങ്ങുക. സുഹൃത്തുക്കളെ, നമ്മളിപ്പോ വാക്ക് ട്രൈബിന്റെ അത്യാവശ്യം പരിപാടിക്ക് വേണ്ട വീഡിയോസ് എടുത്തോണ്ടിരിക്കാണ്. എന്ത് കഷ്ടപ്പാടായിരുന്നു എടുക്കാൻ. മൈക്ക് സെറ്റാക്കി പല സൗണ്ട് കൊടുത്ത്. ലാമ ടോപ്പ് കയറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അതിനുള്ള കഷ്ടപ്പാടാണത്. ഇവിടെ ട്രൈപ്പോഡ് സെറ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ നിന്നിട്ട് നടന്നു വരണം. ഇതൊക്കെയാണ് പരിപാടികള്. അപ്പൊ നമ്മള് കേറിയപ്പോ എത്ര കോടല്ലായിരുന്നു കേട്ടോ. ഫുള്ള് കോടയും മുകളും താഴത്തും. റിവറിന്റെ സൗണ്ടും കുറച്ച് കീഴുള്ള സൗണ്ടും നമ്മള് മാത്രം. അടിപൊളി. അങ്ങനെ ഷാൻ നമ്മളാ വ്യൂ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ചെന്നോക്കെ എങ്ങനെ ഉണ്ടാക്കുക വ്യൂ. പോട്ടെ 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 പോട്ടെ. എങ്ങനെയുണ്ട്? ഇനി മേലേക്ക് കയറാണ്ട്. ഇനിയും കിട്ടും. അടിപൊളി വ്യൂ. വാട മോനെ. എന്താ പറയാനൊന്നും അറിയില്ല പ്രത്യേകിച്ച്. ഇപ്പൊ പകുതി ഒരു 70 കയറിയിട്ടുണ്ടാവും. ഇനിയൊരു 30% കൂടി ഉണ്ട്. വീണ്ടും വീണ്ടും നമുക്ക് കയറിക്കൊണ്ടിരിക്കാണ്. ചിലരോട് തന്നെ കുത്താനുള്ള സ്റ്റെപ്പും പാറൊക്കെ കേട്ടോ. സ്റ്റെപ്പ് എന്ന് പറയുന്നില്ല, പാറ മുകളിൽ ഇങ്ങനെ കയറണം. ഇവിടെ ചെറിയൊരു കാഴ്ച ഉണ്ട് കുറച്ചും കയറുമ്പോ. അതാട്ടോ ബഗൂരി വില്ലേജ് കാണും. വേറൊരു കാര്യം പറയാള്, ഈ ട്രക്കിങ് ചെയ്യുമ്പോ അവിടെ ഒരു വെള്ളം കുപ്പി കിടക്കുന്നുണ്ട്. നമ്മള് ക്യാരി ചെയ്യണൊക്കെ നമ്മളെന്നെ താഴ്ത്തിക്ക് കൊണ്ടുപോവാ. വേറെ അത്രയും കിടിലൻ രാജ്യമാണ് നമ്മളത്.
ആൾക്കാർ അതിനനുസരിച്ച് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് വേണ്ട എല്ലാ റിസോഴ്സും എല്ലാ ലാൻഡ്സ്കേപ്പും നമ്മളെ രാജ്യത്ത് തന്നെ ഉണ്ട്. ഈ ലോകത്ത് വേറെ ഇങ്ങനെ ഒരു കൺട്രി ഉണ്ടാവും എന്നുള്ള ഡൗട്ടാണ്. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് നമ്മളെ കൊണ്ട് ചെയ്യുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞടാ കണ്ടോ മരം വെട്ടിയിട്ട് അതിൻ്റെ ഇടയിൽ കോയിൻസ് കൊണ്ട് നിറച്ച് വെച്ചിട്ടുണ്ടെങ്കില് ഇതെന്താ ആചാരാന്നാവോ. ഇഞ്ചുണ്ട് ഊതൊക്കെ വളഞ്ഞു വീക്കണേ. വേറെ ഓരോരോ ഇതിലൊക്കെ കയറും, ഓരോ വിശ്വാസം പരിപാടി കയറും. ഓ അപ്പൊ നമുക്കിങ്ങനെ അടിക്ക് ഇങ്ങനെ ഇറങ്ങി പോണം. എന്നിട്ട് കുറച്ച് മേഖന കയറണം. ഓ ഇതൊക്കെയാണ് മെയിന്. ആൾട്ടിറ്റ്യൂഡും തണുപ്പ് ആൾട്ടിറ്റ്യൂഡും കൂടിയിട്ട് എത്ര അല്ലേ എന്നതൊക്കെ ഒന്ന് മാറാനാവോ. അല്ല ഡൗട്ട്, ഒരു കരടി വന്നാ നമ്മളെന്ത് ചെയ്യാ? ഇജെന്ത് ചെയ്യാ? അതിനെ പേടിപ്പിക്കാൻ പേടിച്ചിട്ടില്ലേ ഇതിനൊക്കെ അത് ചെയ്തോളൂ. അടച്ചാലേ കരടിയും പുലിയൊക്കെ ഉള്ളതാണെന്നല്ലേ പറഞ്ഞേ. മറ്റേ സാത്താൽ ട്രക്ക് ഉണ്ട് അവിടെ 7 ലേക്ക്, അത് കുറച്ച് ഡേഞ്ചർ. ഗൈഡ് വെച്ചിട്ടാണ് പൊതുവെ എല്ലാരും പോക്ക് തോന്നുന്നുണ്ട്. ഒറ്റയ്ക്ക് പോവാന്ന് പറഞ്ഞപ്പോ ആളങ്ങനെ പറഞ്ഞ അങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ട് അടുത്ത മരത്തിന് വേണ്ടി കോയിൻ വെച്ചേക്കണേ. അടുത്ത മരത്തിന് കോയിൻസ് എന്ത് സംഭവം ആവും. ഇതിലൊക്കെ വിശ്വാസികരം. ഇതിലൂടെ പ്രകൃതി നല്ല നോർത്ത് ഇന്ത്യയിൽ പോലും അങ്ങനെയുള്ളൂ. പ്രകൃതിനെ ഭയങ്കര വിശ്വാസം ഉണ്ടാവും. ഒരു ഇന്ത്യന്റെ കൾച്ചർ തന്നെ പൊതുവെ അങ്ങനെ തന്നെയാണ്. നമ്മള് ഈ നദികളെ അമ്മയായിട്ടൊക്കെയാണ് കാണുന്നത്. പക്ഷെ അതിനുള്ള റെസ്പെക്ട് ഒന്നും നമ്മള് കൊടുക്കണില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഗംഗ, അത് ഉത്തരാഖണ്ഡ് വരെ ഓക്കെ കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഉത്തരാഖണ്ഡ് വരെ ഗംഗ ഓക്കെയാണ്. അവിടെ അതിന് ശേഷം പിന്നെ അവൾക്ക് അതിനെ പ്രിസർവ് ചെയ്യാൻ പറ്റണില്ല. അപ്പോ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ ഒരു 3-4 ദിവസം മുന്നേ ഡൽഹിയിൽ ഉണ്ടായിരുന്ന സമയത്ത് യമുനാഘട്ട് കാണാൻ പോയിരുന്നു. യമുന ഞാൻ പോണതിൽ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷനാ. സൺറൈസ് കാണാനാണ് പോണേ. ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ അത് അവിടെ മറ്റേ ദേശാടന പക്ഷികളെ ഇതുള്ള സ്ഥലമാണ്. ഞാൻ പോയിട്ട് അവിടെ കാണുന്നത് എന്താ വെച്ചാല് ഒരു ഗല്ലിന്റെ ഉള്ളിൽ കൂടി അങ്ങാണ് പോണ തന്നെ. എന്നിട്ട് ഗല്ലിന്റെ വേസ്റ്റ് വെള്ളം ഫുള്ള് ആ പുഴയ്ക്കാണ് ഒഴുകുന്നത്. പിന്നെ അവിടെ പോരാത്തതിന് പല ആൾക്കാർ വന്നിട്ട് അതൊരാചാരം തോന്നുന്നുണ്ട്, പുഴയിലെ തേങ്ങ ഒഴുക്കുന്നുണ്ട്. ഫുള്ള് വേസ്റ്റ്. നമുക്ക് ആ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാലെഴുകാൻ കൂടി തോന്നൂല. കാരണം ഫോറിൻ കൺട്രീസിൽ ഓൽക്കത് ദൈവമല്ല ഒന്നുമല്ല. പക്ഷെ അത് കീപ്പ് ചെയ്യണ നമ്മളൊന്ന് കാണണം. നമുക്കത് ദൈവമാണ്, പക്ഷെ നമ്മള് കീപ്പ് ചെയ്യണ രീതിക്ക്. ഏകദേശം ആരോഗ്യത്തിന് ആകെ കുഴഞ്ഞിട്ടോ. അയ്യോ ഇതല്ല, ഇതിന്റെ അപ്പുറത്തൊന്നും കൂടി ഉണ്ട്. അവിടേക്കാണ് ഫുള്ള് കോളാക്കി. അടിപൊളി. ചൂണ്ട് രണ്ട് പോണ്ട്. അങ്ങനെ അങ്ങനെ കയറി പോണം. അങ്ങനെ പോയേക്കാം. അപ്പൊ നമ്മളങ്ങനെ ഏകദേശം ടോപ്പിലെത്തി. ഇനി ഒരു 10-30 മീറ്ററും കൂടി കറക്റ്റ് വ്യൂ പോയിന്റേക്ക് എന്താ നമുക്ക് പോയേക്കാം. നോക്കിപ്പോ ഒന്ന് തെറ്റിയാ മതി. പിന്നെ അങ്ങ് താഴത്ത് റിവറില് ഐസും കട്ടായിട്ട് കിടക്കേണ്ടി വരും. അടച്ചാനെ നോക്കി കരിക്കോ. നമ്മ ടോപ്പ് ട്രെക്കിങ് ഏറ്റവും ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. പോരെ ഇവിടെ അല്ല പക്ഷെ അങ്ങോട്ടുണ്ട്. മോനെ അതാണ് ഹർഷിൽ വാലി. അവിടെ ഒക്കെ ഫുള്ള് ഐസാട്ടോ. ഫുള്ള് കോട മൂടി കിടക്കാണ്. ഇപ്പൊ കണ്ടാറ് ഒന്നും കാണില്ല.
ഏകദേശം 3-4 കിലോമീറ്റർ ട്രക്കിങ് കയറി. കേട്ടോ തണുപ്പൂടില്ലേ, നല്ല കാറ്റ്, ചെറിയ മാട്ടോ, ചെറിയ ചാറ്റ് മഴ, അതിങ്ങനെ കൊള്ളും, നല്ല രസാട്ടോ. അവിടെയൊക്കെ ഇതാ ഫുള്ള് വീടും കൃഷിയും പരിപാടി. ആ ഒഴുകണം ഭഗീരഥി ഗംഗാ റിവർ. അവിടെ അടിയിലെ കാണുന്ന ആർമി ക്യാമ്പാണ്. അപ്പൊ നമ്മളങ്ങനെ ടോപ്പിലെത്തി. ഇനി ഞങ്ങളും കുറച്ച് വ്യൂ ആസ്വദിക്കട്ടെ. അപ്പൊ നമ്മള് കുറച്ച് ക്ലിപ്സ് കണ്ടോളി. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വ്ളോഗാണ് ഇത് നിർത്തിയാണ്. മറ്റേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ലെങ്ത് വളരെ കുറഞ്ഞുകൊണ്ട് തന്നെ പലരും യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ രസമല്ലതൊക്കെ ഇപ്പോഴത്തെ ഒരു ഓർമ്മകളല്ലേ. അപ്പൊ അങ്ങനെ അതിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ലൈഫിൽ ആദ്യമായിട്ട് സ്നോഫോൾ കിട്ടിയത്. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ശരി.